പ്രിയ പ്രേക്ഷകരെ, E10 പെട്രോൾ ലഭ്യമാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിച്ച കേന്ദ്ര സർക്കാർ ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചു. E20 പെട്രോൾ സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പ്രാഥമിക ചർച്ച. E20 പെട്രോളുകൾ ഒരുപോലെ ലഭ്യമാക്കാനാണ് ആലോചന. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബിൾ, നമുക്കറിയാം CJP പ്രൊട്ടസ്റ്റിന് ശേഷം രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അഭിപ്രായ സ്വരൂപണം ഉണ്ടാകുകയും ചെയ്ത വിഷയം E20 പെട്രോളുമായി ബന്ധപ്പെട്ടാണ്. E10 പെട്രോൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏത് വരെ മുന്നോട്ട് പോയിട്ടുണ്ട്? എന്താണ് സർക്കാരിന് മുന്നിലുള്ള സാധ്യതകൾ? മാധു പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുന്നു, മൈലേജ് കുറയുന്നു അടക്കമുള്ള പ്രതിസന്ധികൾ ഇതിനോടകം തന്നെ പല ഉപഭോക്താക്കളും ഒപ്പം പല കമ്പനികളും വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. അതുമാത്രമല്ല, ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അത്തരത്തിൽ ഓപ്ഷനുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് E10 പെട്രോളിന്റെ സാധ്യതയെക്കുറിച്ച് വീണ്ടും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. E10 പെട്രോൾ സജീവമായി തന്നെ ലഭ്യമാക്കാനുള്ള നടപടികളെക്കുറിച്ചുള്ള ആദ്യഘട്ട ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. E10ഉം E20യും ഒരുപോലെ വിപണിയിൽ എത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് കടമ്പകൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇന്ധനം സംഭരിക്കാനുള്ള ശേഷി നിലവിൽ പമ്പുകൾക്ക്, പ്രത്യേകിച്ച് ഭൂഗർഭ അറകളിൽ രണ്ട് ഇന്ധനവും ഒരുപോലെ സംഭരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇതൊക്കെ വലിയ തരത്തിൽ ചെലവ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും E10 പെട്രോൾ സജീവമായി തന്നെ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ കടക്കുകയുള്ളൂ. പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ പറഞ്ഞ റിഫൈനറികളടക്കം ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് E10 പെട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്. അതിനെയൊക്കെ ഏത് തരത്തിൽ അഭിമുഖീകരിച്ച് പരിഹരിക്കാൻ കഴിയും എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും E10 പൂർണ്ണമായും വിപണിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനത്തേക്ക് എത്തുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇതൊരു പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ E10 പെട്രോൾ വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ E20ക്ക് വിരുദ്ധമായി വിപുലമായ ചർച്ചകൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അഭിപ്രായ സ്വരൂപണം ഉണ്ടാകും. വിവിധ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്.